അപ്പോൾ ഇവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഇത് NHAIയുടെ തലയിലേക്ക് വെച്ച് പോവുകയാണ്. 10,000-കണക്കിന് കുന്നുകൾ ഇടിക്കുക. അതൊക്കെ ഉണ്ടാകുന്ന പരിസ്ഥിതി തകർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഈ സർക്കാരിന് ഏറ്റവും ഗുണമാകുമെന്ന് കരുതിയിട്ടുള്ള ഈ വികസന പദ്ധതി തന്നെ ഈ സർക്കാരിന് ഏറ്റവും വലിയ ബാധ്യതയായി മാറാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നടക്കുന്ന വികസനം പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ്. ഇവിടെ നേരെ എതിരാണ്. ഇവിടെ അത് 1% പോലും പാലിക്കാതെ നമ്മൾ പറഞ്ഞാൽ കുന്നു ഇടിച്ച് ഇത് നികത്തി കൊണ്ടുപോകുന്നു. NH66 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി പാത ഉണ്ടാക്കിയ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ആജ്ഞാശക്തിയുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷവും കൂടെ പിടിക്കണമേ എങ്ങനെയെങ്കിലും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ദേശീയപാത 66-ൽ പലയിടങ്ങളിലുണ്ടായ വിള്ളൽ ഇപ്പോൾ ഗുരുതര പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പലയിടങ്ങളിലായി ഇത് ആശങ്കപ്പെടുത്തുന്ന വിധം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. നേരത്തെ ഈ ദേശീയപാത 66-ലെ വികസനം സംബന്ധിച്ച് അവകാശവാദം ഉന്നയിച്ച് വന്നവരൊക്കെ തന്നെ മറുവശത്തിന് തലയിൽ വെച്ചുകെട്ടി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു വശമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു 3-അംഗ സമിതി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും എന്ന്. ഈ സമിതിക്ക് IIT പ്രൊഫസർ KR റാവു ആണ് നേതൃത്വം നൽകുന്നത്. നമുക്ക് പരിശോധിക്കാം ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ, ഒപ്പം തന്നെ സാങ്കേതിക വശങ്ങൾ, വരാനിരിക്കുന്ന നാളുകളിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ. നമ്മോടൊപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെയൊക്കെ പരമ്പര നമ്മൾ കണ്ടു. ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച റോഡിൻ്റെ അവകാശം പോലും സംസ്ഥാനത്തെ മന്ത്രിമാർ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഇത് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ഇപ്പോൾ ഈ പ്രശ്നം വന്നതോടുകൂടി ഇത് കേന്ദ്രത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ് തലയൂരുകയും ചെയ്യുന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയം? ആദ്യം നമുക്കിതിൻ്റെ ജനങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളി, ഒപ്പം തന്നെ പരിസ്ഥിതിക്കുണ്ടായിരിക്കുന്ന ആഘാതം, വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ ഗുരുതര ഭാവത്തിൽ നിൽക്കുന്നതായിട്ടാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്ത് തോന്നുന്നു? ഈ കഴിഞ്ഞ ദിവസം ഈ 4-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ദീർഘമായ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഏറ്റവും വലിയൊരു നേട്ടമായി ഉയർത്തിക്കാണിച്ച ഒരു പദ്ധതിയാണ് ഈ NH66. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്ററുള്ള 6 വരി പാത. അപ്പോൾ അത് നടപ്പിലാക്കിയതിൻ്റെ ആർജവം, മുഖ്യമന്ത്രിയുടെ ആർജവം, മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി, അതൊക്കെയാണ് 2 ദിവസം മുമ്പ് വരെ ഉയർത്തി കാണിച്ചിരുന്നത്. അതിൽ പറഞ്ഞിരുന്നത് അത് ആരും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നൊരു പദ്ധതി, 5500 ചില്ലുവാനം കോടി രൂപ ഈ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിച്ചൊരു പദ്ധതി. ഈ പണം കേന്ദ്രം തരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഡിസംബർ 2025 അതിൻ്റെ പണി പൂർത്തിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു നേട്ടമായി ഉയർത്തിക്കാണിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഒരു പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റീല് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മരുമകൻ അതിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, റീലിലൊക്കെ ആയിരുന്നു. ആ പദ്ധതി യഥാർത്ഥത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ 2-ാം പിണറായി സർക്കാരിന് ഏറ്റവും വലിയ ബാധ്യതയായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം നടന്ന സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ലിസ്റ്റപ്പെടുമ്പോൾ മലപ്പുറത്ത് കൂരിയാട്, മമ്മാലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലം, കണ്ണൂരിൽ കുപ്പം എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയൊക്കെ ദേശീയപാത. അപ്പോൾ കുപ്പത്തിനടുത്തായിട്ടാണ് ദേശീയപാത 50 മീറ്റർ ഗർത്തം പോലെ താഴ്ന്നു പോകുന്നത് ആളുകൾ കണ്ടു നിൽക്കുന്നു. കുപ്പത്താണെങ്കിൽ കണ്ടു നിൽക്കുമ്പോൾ ഒരു കുന്ന് ഇടിഞ്ഞു വീഴുന്നു. കൂരിയാടാണെങ്കിൽ അത് നമ്മൾ കണ്ടു, വിള്ളൽ, അതുപോലെ തന്നെ വയലിലെ മണ്ണിളക്കം, ഈ സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടു. അപ്പം വലിയ തോതിൽ ഈ ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ട് വടക്കൻ കേരളത്തിൽ തൃശ്ശൂർ വരെ ഒരു 4-5-6 സ്ഥലങ്ങളിലെങ്കിലും അഗാധമായ ഗർത്തങ്ങളുണ്ടാകുന്നു. വലിയ വിഷയത്തിലേക്ക് ഈ സാധനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് തങ്ങളല്ല, ഇത്
നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മരുമകൻ വന്നിട്ടുള്ളത്. അമ്മായിപ്പൻ ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ മരുമകൻ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സുദീർഘമായിട്ടുള്ളൊരു പത്രസമ്മേളനം ഇപ്പം വൈറലാണ്. അതിൽ അദ്ദേഹം പറയുന്നത് സ്ട്രെച്ച് ബൈ സ്ട്രെച്ചായി ഞങ്ങൾ സംഘമായി പോയിട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ നിരീക്ഷിച്ച് പരിശോധിച്ചുകൊണ്ടിരുന്നതാണ്. NHAയിലെ ഉദ്യോഗസ്ഥന്മാർ, പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ഒരുമിച്ച് നിരന്തരം ഇത് പോയി പരിശോധിച്ചുകൊണ്ടിരിക്കും. വർക്ക് ശരിയായിട്ടാണോ നടക്കുന്നത്, കൃത്യമായി അതിന്റെ വിലയിരുത്തൽ നടത്തുന്നു, നിരീക്ഷണങ്ങളെല്ലാം കൃത്യമായി നടത്തിയാണ് ഒരുമിച്ച് സംഘമായി പോയി ചേർന്ന് ജനങ്ങളെ കണ്ട് അവരുടെ വിഷയങ്ങൾ തൊട്ടറിഞ്ഞ് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ മരുമകൻ എനിക്കൊന്ന് 6/12/2024 തോന്നുന്നു ഒരു പത്രസമ്മേളനത്തിൽ വിശദമായി പറയുന്നത്. ഇപ്പം ചാനലിലൊക്കെ അതൊക്കെ നമുക്ക് കാണുക. പക്ഷേ അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നത് അത് എന്താണെന്ന് അറിയില്ല, അത് NHAയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ കരാറുകാരുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടന്ന് അടിച്ച് പൊളിച്ച് വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെയും ഉയർന്നു വരുന്ന ചോദ്യം എന്താ, NHA ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിലേക്ക് മാർച്ച് നടത്തിയപ്പോഴത്തേക്കും പോലീസ് എന്നിട്ട് അവരെ ലാത്തിചാർജ് നടത്താനൊക്കെ പോകുന്നു. അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വളരെ ദുർബലമായിട്ടുള്ള ഒരു പരിസ്ഥിതി ഘടന നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒന്നാമത് കേരളം വളരെ, ഇംഗ്ലീഷ് പറഞ്ഞാൽ വളരെ ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ് കേരളം. എന്ന് മാത്രമല്ല സ്ലോപ്പാണ് കേരളം. കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി നോക്കിയാൽ സ്ലോപ്പാണ്. അപ്പോൾ ആ സ്ലോപ്പിനെ കാസർഗോഡ് തിരുവനന്തപുരം വരെ ഏതാണ്ട് വിർച്വലി നിങ്ങൾ ഈ ദേശീയപാതയുടെ ഭാഗമായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് കേരളയിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യം വെച്ചാൽ അത് നടക്കാതെ പോയി. പക്ഷേ ഏതാണ്ട് അതിന് തുല്യമായി തന്നെ സ്ലോപ്പായിട്ടുള്ള പരിസ്ഥിതി ലോലമായിട്ടുള്ള നാരോ സ്ട്രിപ്പായിട്ടുള്ള ഒരു ലാൻഡിനെ ലിറ്ററലി നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ മുമ്പ് കാണാം 18 മീറ്റർ 20 മീറ്റർ മുകളിലേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് മണ്ണിട്ട്. അപ്പോൾ അതുണ്ടാക്കുന്നൊരു പരിസ്ഥിതി ആഘാതം. അത് പറയുമ്പോൾ വികസനത്തിനെതിരെ എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. 10,000-കണക്കിന് കുന്നുകൾ ഇടിക്കുക. അതൊക്കെ ഉണ്ടാകുന്ന പരിസ്ഥിതി തകർച്ചയെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാരണം ഒരു കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റാണ്ട് 1.5 നൂറ്റാണ്ടൊക്കെ കൊണ്ടിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ കുന്നിൽ വീഴുന്ന വെള്ളമാണ് അവിടുന്ന് ഉള്ളിലേക്ക് പോയി അത് പിന്നെ അരുവികളായി അത് തണ്ണീർത്തടത്തിൽ വന്ന് കെട്ടിക്കിടന്ന് നമ്മുടെ ഒരു ഇക്കോസിസ്റ്റം നിലനിർത്തുന്ന സാധനങ്ങളാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരുമ്പോഴൊക്കെ തന്നെ അതും ചർച്ചയാകാറുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ പറയും വയലുകളും അതുപോലെ തന്നെ മൊട്ടക്കുന്നുകളും വെള്ളത്തിൻ്റെ വലിയ സ്റ്റോറേജ് സ്ഥലങ്ങളാണ് എന്നാണ്, ജലസംഭരണികളാണ് എന്നാണ് പറയുന്നത്. ഈ മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞ് എഴുതി തള്ളരുത് എന്ന് പല ഡോക്ടേഴ്സും അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ളവരും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ആണ് പല സ്ഥലത്തും ഇപ്പോൾ മണ്ണിട്ട് മൂടണമല്ലോ, പല സ്ഥലവും ഹൈവേ ഉയരം കൂട്ടാനും അല്ലെങ്കിൽ മണ്ണിട്ട് നികത്താനും ഒക്കെ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളൊക്കെയാണ് ഇടിച്ചു മാറ്റുന്നത്. അതിനൊന്നും തന്നെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ റെഡ് ടേപ്പിസം വലിയ പ്രശ്നം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ വേഗത്തിൽ അത് ഇടിച്ചുകൊണ്ട് പോകാനുള്ള അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ലിയോ പറഞ്ഞതിനകത്ത് 2 പോയിന്റ് ഉണ്ട്. ഒന്ന് കുന്നുകൾ, ഒന്ന് തണ്ണീർത്തടങ്ങൾ. അപ്പോൾ കുന്നുകളിൽ പെയ്യുന്ന മഴയാണ് ഫിൽറ്റർ ചെയ്ത് തണ്ണീർത്തടങ്ങളിൽ വരുന്നു, അവിടെ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ അവിടെ പരിസ്ഥിതി നിലനിർത്തുന്നതാണ്. ലിയോ പറഞ്ഞതിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു കാര്യം എന്താ, ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഒരു വശത്ത് 1000-കണക്കിന് കുന്നുകൾ തീരുന്നു, മറുവശത്ത് ഈ ദേശീയപാതയുടെ ഭാഗമായി തണ്ണീർത്തടങ്ങൾ വ്യാപകമായി മൂടപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ടും ഓൾട്ടർനേറ്റീവായിട്ട് നടക്കും. കുന്നൊക്കെ ഇടിക്കുന്നത് സംബന്ധിച്ച് പ്രാദേശികമായിട്ട് ജനങ്ങൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് കോടതിയിൽ ചെല്ലുമ്പോഴും കോടതി എടുക്കുന്ന സമീപനം എന്താ, വികസന പ്രവർത്തനമല്ലേ, അതിന് നിങ്ങൾ ബലം പിടിക്കേണ്ട, കുന്നുകളൊക്കെ ഇടിച്ചാലേ വികസന റോഡൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥ പോലും ഇതിന് കൂട്ടുനിൽക്കും. പൊതുജനങ്ങൾ പോലും അതിനെ എതിർക്കുന്നവരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കൊക്കെ തന്നെ ആണ് പോകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വികസനം വേണം. പക്ഷേ നമ്മൾ ഓർക്കുക, ഡെവലപ്ഡ് കൺട്രീസൊക്കെ തന്നെ അവിടെ എങ്ങനെയാണ് റോഡ് നിർമ്മിക്കുന്നത്, കൃത്യമായി കാര്യങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ എനിക്ക് പല ഗൾഫ് രാജ്യങ്ങളിലും കാണാൻ സാധിച്ചിട്ടുള്ളത്, UAE-യിലൊക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത്, അവിടെ ഈ നീർത്തടങ്ങളൊന്നും തന്നെ നികത്തുന്നില്ല. അവിടെ പൊന്തക്കാടുകൾ പോലും അവർ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നു.
ഉള്ളതിനെ വെട്ടി നശിപ്പിക്കാതിരിക്കുന്നു, അതിനെ സംരക്ഷിച്ചുകൊണ്ടാണ് അവരുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അവിടെയൊക്കെ സ്ഥലത്തിൻ്റെ പരിമിതി ഇല്ല എന്ന് നമുക്ക് വാദിക്കാമെങ്കിൽ തന്നെയും അവരുടെ നടക്കുന്ന വികസനം, ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നടക്കുന്ന വികസനം പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ്. ഇവിടെ നേരെ എതിരാണ്. ഇവിടെ അത് 1% പോലും പാലിക്കാതെ നമ്മൾ പറഞ്ഞാൽ കുന്നുപിടിച്ച് ഇത് നികത്തി കൊണ്ടുപോകുന്നു. ഇവിടെ ഇതിന് അനുകൂലമായിട്ടുള്ള വലിയൊരു സാഹചര്യം എന്ന് വെച്ചാൽ 5000 ചില്ലാനും കൊണ്ടുവരുന്ന സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ നല്ല വില സ്ഥലത്തിന് ജനങ്ങൾക്ക് കിട്ടി. അതെ, കിട്ടി. അങ്ങനെയാണ് ജനങ്ങൾ ഇത് മേടിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം അതുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പം അതൊരു ഇവിടെ എന്താ യഥാർത്ഥത്തിൽ പറ്റിയിരിക്കുന്നത്? എൻ്റെ സുഹൃത്തും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ശ്രീമാൻ KC ഉമേഷ് ബാബു, അദ്ദേഹം ഈ പൊതുമരാമത്ത് വകുപ്പിൽ സീനിയർ പോസ്റ്റിൽ ഇരുന്ന് റിട്ടയർ ചെയ്തത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് വളരെയധികം തിരിച്ചറിവുണ്ടായി. അത് ഞാനൊന്ന് പറയാം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മൾ P. രാജീവ് പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയിൽ നടക്കുന്ന നിർമ്മാണത്തിൽ ഗുണനിലവാരം പരിശോധിക്കുമെന്നാണ്. അപ്പോൾ മലപ്പുറം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. നേരത്തെ റിയാസ് പറഞ്ഞത് നമ്മളെല്ലാവരും ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അപ്പോൾ P. രാജീവ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ്, മറ്റു സ്ഥലത്തൊന്നും ചെയ്തിരുന്നില്ല എന്ന്. നമ്മളിതിനകത്ത് കാണേണ്ട കാര്യം എന്നറിയാവില്ലയോ? ഇതിനകത്ത് ഞാനിത് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ PWDയിൽ നേരത്തെ ഡിസൈന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതൊരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ കീഴിലായിരുന്നു. അപ്പം ആ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ കീഴിൽ പൊതുമരാമത്ത് വകുപ്പിൽ പ്ലാനിങ്ങും ഇൻവെസ്റ്റിഗേഷനും പിന്നെ ഡിസൈനും ഒക്കെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് അവിടെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? കുറച്ച് വർഷമായിട്ട് ഇത് പെട്ടെന്ന് തീർക്കാനുള്ള തത്രപ്പാടിൽ ഇതിൻ്റെ പിന്നെ കോൺട്രാക്റ്റൊക്കെ ആന്ധ്ര ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ കമ്പനികൾക്ക് നേരിട്ടങ്ങ് കൊടുത്തു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അവർ വന്നപ്പോഴത്തേക്കും അവർക്ക് എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കുക, പണി സമയബന്ധിതമായി തീർക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്കും ഈ പ്ലാനിങ്, ഇൻവെസ്റ്റിഗേഷൻ, ഈ പറഞ്ഞതുപോലെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, പ്ലാനിങ്, ഡിസൈൻ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചു ഈ കമ്പനികളൊന്നും. മനസ്സിലായി? അപ്പോൾ അവർക്ക് സമയബന്ധിതമായി തീരണം, അവർക്ക് ലാഭം ഉണ്ടാകണം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ഈ മണ്ണിൻ്റെ ഘടന എന്താണെന്ന് മനസ്സിലാക്കുക, കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു പിടിയുമില്ല. മനസ്സിലായോ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള നിലയിലേക്ക് വലിയ കമ്പനികൾ വന്ന് പണി തുടങ്ങി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇന്നലെ KC ഉമേഷ് ബാബു ഒരു അതിഭീകരമായിട്ടുള്ളൊരു കണക്ക് പറഞ്ഞു. ആ കണക്ക് എന്താണെന്ന് വെച്ചാൽ, അയാൾ പറഞ്ഞു ഇപ്പോൾ 45 മീറ്റർ വീതി ആണല്ലോ റോഡിന്. 1 കിലോമീറ്ററിൽ 1 കിലോമീറ്റർ 45 മീറ്റർ വീതി വരുമ്പോഴത്തേക്ക് 45,000 സ്ക്വയർ മീറ്റർ. 1 സെൻറ്റിമീറ്റർ മഴ 1 മണിക്കൂറിനുള്ളിൽ പെയ്താൽ ഈ സ്ഥലത്ത് റോഡിൽ പെയ്യുന്ന മഴ 4,50,000 ലിറ്റർ ആയിരിക്കും. ഓക്കെ, 4,50,000 ലിറ്റർ 1 മണിക്കൂർ 1 സെൻറ്റിമീറ്റർ പെയ്താൽ. 3-4 മണിക്കൂറിൽ 8 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുന്ന സ്ഥലമാണ് കേരളം. അങ്ങനെയെങ്കിൽ 1 കിലോമീറ്റർ റോഡിൽ 45 ലക്ഷം ലിറ്റർ വെള്ളമാണ് വന്ന് പതിക്കുക. നമ്മുടെ ഈ 10 സെൻറ്റിമീറ്റർ കൂടുതലാണ് മഴ. 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പോലും 1 കിലോമീറ്റർ ഈ പറഞ്ഞ 45 മീറ്റർ വീതിയുള്ള ഇതിൽ 45 ലക്ഷം ലിറ്റർ വെള്ളമാണ് റോഡിൽ വന്ന് പതിക്കുക. ഈ വെള്ളം പോകാനായിട്ട് പിന്നെ ഒരു സംവിധാനവും ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു വലിയ ദുരന്തമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം മണ്ണിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നോക്കാത്തതുകൊണ്ട് മണ്ണിൻ്റെ സ്വഭാവം, ഈ കളിമണ്ണ് പോലുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ നികത്തി 8-10 മീറ്റർ അങ്ങ് പൊക്കി അതിന് മുകളിൽ ജെല്ലി ടാറൊക്കെ ഇട്ട് റോഡുണ്ടാക്കി അങ്ങ് പോവുകയാണ്. മനസ്സിലായി? അപ്പോൾ ഇപ്പം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ്? ഇപ്പം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വർഷപാതം വലിയ തോതിൽ പെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഈ കളിമണ്ണ് പിന്നെ ഒലിച്ചിതങ്ങ് പോകും. ഈ കളിമണ്ണിൻ്റെ മുകളിലാണ് ഈ ചാറിട്ട് പോയിരിക്കുന്നത്. ഇപ്പം തന്നെ എന്താ സംഭവിച്ചത്? ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയത് കൊണ്ടാണ് ഇത് താഴോട്ടിരുന്ന് പോയി. മനസ്സിലായോ? അപ്പോൾ ഇത് ശരിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? 2 സ്ഥലത്തും 18 മീറ്റർ 20 മീറ്ററൊക്കെ പൊക്കിയിട്ട് അതിനകത്താണ് ഈ മണ്ണിട്ടിരിക്കുന്നത്. അതെ അതെ. ഇതങ്ങോട്ട് ഇരുന്നാൽ എന്താ സംഭവം? ഇത് 2 സ്ഥലത്തേക്കും പൊട്ടും. 2 സ്ഥലത്തേക്കും പൊട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തും സർവീസ് റോഡ് സാധനങ്ങൾ. അപ്പം ഇതുണ്ടാക്കാൻ പോകുന്നൊരു അതിഭീകരമായിട്ടുള്ളൊരു പരിസ്ഥിതി വിനാശം, ഒരു പരിസ്ഥിതി ദുരന്തം,
ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭൂതപൂർവ്വമായിരിക്കും. തീർച്ചയായിട്ടും. കാരണം രണ്ടായിട്ട് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ളൊരു സംവിധാനം ഇത്. എത്ര പണം അതിൻ്റെ കൂടെ നഷ്ടമാകുന്നു, പരിസ്ഥിതിക്ക് എത്ര വലിയ ദുരന്തമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അയ്യോ, ഇത് നമുക്കിത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് ഉണ്ടാകുന്ന ദുരിതം. ഇപ്പോൾ ഇനി വേറെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കൂ. ഇപ്പോൾ കായംകുളത്ത് ഒരു സ്ട്രിപ്പുണ്ട്. ആ സ്ട്രിപ്പിൽ എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ അതില്ലാതെ എന്ത് ചെയ്തു, ഈ മതിൽ കെട്ടി ഈ മണ്ണിടുന്ന പരിപാടി എത്രയോ കിലോമീറ്റർ ദൂരം. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അവിടെ ഏതാണ്ട് 1.5 ലക്ഷം പേര് റോഡിൻ്റെ മറു സൈഡിലാണുള്ളത്, ഒരു 5-6 പഞ്ചായത്തിലായിട്ട്. എന്നാൽ ഈ പണിയുന്നതിൻ്റെ ഇപ്പുറത്താണ് ആശുപത്രി, സ്കൂള്, അത് ഇത് സർക്കാർ ഓഫീസുകൾ മുഴുവൻ കായംകുളത്ത്, ആളുകൾ മുഴുവൻ അപ്പുറത്ത് മറുവശത്ത്. 1-2 കിളിവാതിലുകളാണ് ഈ അണ്ടർപാസ് പോലെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 1 ലക്ഷം പേര് അപ്പുറത്ത്, അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ഇപ്പുറത്ത്. മനസ്സിലായി? അപ്പോൾ എന്തു ചെയ്യൂ? ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അവിടെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇത് രണ്ടായിട്ട് ആണ് കേരളത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളമെല്ലാം കൂടി ഇത് എവിടെ പോകും? ഇത് സ്ലോപ്പായിട്ടുള്ള വെള്ളം ഇത് എവിടെ പോകും എന്നുള്ളത്. ഇനി അടുത്തൊരു നിർണായകമായിട്ടുള്ള പ്രശ്നം എന്താ? കേരളത്തിൽ ചെറുകിട ഇടത്തരം കച്ചവടക്കാരാണ് കച്ചവട മേഖലയിൽ ബഹുഭൂരിപക്ഷം. വൻകിട കച്ചവടക്കാരും മാളും ഒക്കെ കേരളത്തിലേക്ക് അങ്ങോട്ട് വന്ന് കയറുന്നേ ഉള്ളൂ. ഈ സംവിധാനം യഥാർത്ഥത്തിൽ കച്ചവടക്കാരുടെ ആപ്പീസ് പൂട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ എറണാകുളത്തേക്ക് ഒന്ന് പോയി നോക്കൂ. നമ്മൾ ഹൃദയഭേദകമാണ്. കാരണം 18 മീറ്റർ 20 മീറ്റർ പൊക്കത്തിൽ മതിലിൻ്റെ ഇപ്പുറത്ത് ഒരു സ്ട്രെച്ച് കടകൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പുറത്ത് നോക്കിയാൽ ഇപ്പുറത്തും അത് തന്നെയാണ്. സർവീസ് റോഡിൻ്റെ 2 സൈഡിൽ. മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം ഇതുണ്ടാക്കുന്നൊരു വലിയ ദുരന്തം, ഒരു ഓവറോൾ ദുരന്തമുണ്ട്. അതിൽ പരിസ്ഥിതി ദുരന്തമുണ്ട്, ഈ പറഞ്ഞ പോലെ ഇക്കണോമിക് ആയിട്ടുള്ള ദുരന്തമുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഹൈവേ വരുന്നു. ഈ ഹൈവേ വരുമ്പോഴത്തേക്കും ഏത് കച്ചവടക്കാരന് അത് ഗുണമുണ്ടാകുക? ഈ വലിയ ഇതുപോലെയൊക്കെയുള്ള വലിയ മാളുകാർ. കാരണം ഈ ഹൈവേ കൂടെ വരുന്നു, മാളിൽ കയറുന്നു, സാധനം മേടിച്ചുകൊണ്ട് പോകുന്നു. ചെറുകിട ഇടത്തരം കച്ചവട സമൂഹം മുഴുവൻ ഇല്ലാതായി പോകുന്നു. അപ്പോൾ ഇതിനകത്തൂടെയൊക്കെ വരുന്നത് എന്തല്ല, ഇതിനകത്തൂടെയൊക്കെ വരുന്നത് വികലമായിട്ടുള്ളൊരു വികസന സങ്കല്പം. മനസ്സിലായി? കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ് കേരളം. ഈ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡിൽ നമ്മൾ ഇപ്പം നമ്മൾ കർണാടകത്തിലേക്കൊക്കെ ചെന്ന് നോക്കുക. കർണാടകത്തിലൊക്കെ ഇതുപോലത്തെ വഴികൾ ഇഷ്ടം പോലെ അവിടെ സ്ഥലം കിടക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ എന്തോ 1000 ചില്ലാനം പേരോ മറ്റാണ് ഒരു കിലോമീറ്ററിൽ, അങ്ങനെ എന്തോ ഒരു ഏറ്റവും കൂടുതൽ ഡെൻസ് ആയിട്ടുള്ള പോപ്പുലേഷൻ കേരളത്തിലാണ്. അപ്പോൾ ഒരു വശത്ത് നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്, മറുവശത്ത് ഏറ്റവും ഡെൻസ് ആയിട്ടുള്ള പോപ്പുലേഷൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കർണാടകത്തിലൊക്കെ ഉണ്ടാക്കുന്ന അതുപോലത്തെ 45 മീറ്റർ റോഡ് ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ദുരിതമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു. അപ്പോൾ ഇത് ആളുകൾ ചോദിക്കും, ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. അതിലേക്ക് വരാം നമുക്ക്. പക്ഷേ അങ്ങിപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് 1-2 വിഷയങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് ഈ ചതുപ്പ് നിലങ്ങൾ നികത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്ന ഒരു വിഷയം, നമ്മുടെ തിരുവനന്തപുരത്തിന് തൊട്ടടുത്താണ് കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കുള്ളത്. അവിടെ ചതുപ്പ് നിലമായിരുന്നു, അത് നികത്തിയാണ് ഇപ്പോൾ അവിടെ കെട്ടിടങ്ങൾ കെട്ടിയിരിക്കുന്നത്. അവിടെ ചെയ്തിരിക്കുന്ന ഒരു രീതി, ഒരു കരാർ ഏറ്റെടുത്ത ഒരാളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, 1 മീറ്റർ ഘനത്തിൽ മണൽ ആദ്യം ഇടുന്നു. അപ്പോൾ അതിലേക്ക് വീഴുന്ന വെള്ളം ഒരു ഫിൽറ്റർ പോലെ അത് പ്രവർത്തിച്ച് വെള്ളം താഴേക്ക് പോകും. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അതിന് മുകളിലാണ് മണ്ണിട്ട് നികത്തി മറ്റ് നിർമ്മാണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ ഒരു സയൻറ്റിഫിക് സ്റ്റഡിയുടെ ഫലമായിട്ടാണ് അത്തരമൊരു രീതി അവലംബിച്ചത്. മറ്റൊന്ന്, ഇപ്പോഴത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെയാണ് മണ്ണിട്ട് നികത്തേണ്ടത്, ഏതാണ് ഇതിൻ്റെ ശാസ്ത്രീയ രീതി എന്ന് പരിശോധിക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ വിദഗ്ധരുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഒരു 30 മുതൽ 40 സെൻറ്റിമീറ്റർ ഘനത്തിൽ മണ്ണിട്ട് ഒരു ലെയർ പോലെ ഇട്ട് അതിന് മുകളിൽ റോൾ ചെയ്ത് നന്നായി ഉറപ്പിച്ചതിന് ശേഷമാണ് അടുത്ത ഒരു 30 സെൻറ്റിമീറ്റർ മണ്ണ് ഇടേണ്ടത്. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഉറപ്പിച്ച് വേണം ഈ മീറ്ററുകൾ കണക്കിന് 10, 15, 20 മീറ്റർ ഉയരത്തിലേക്ക് എത്താൻ പാടുള്ളൂ എന്നാണ് അവർ
പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ബേസ് വളരെ സ്ട്രോങ് ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. കാരണം എത്രയോ ടൺ കണക്കിന് ഭാരം വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഇതിന് മുകളിലൂടെ പോകേണ്ടതാണ്. അപ്പോൾ ആ ഭാരമെല്ലാം കണക്കാക്കി വേണം ഈ റോഡിൻ്റെ ബേസ് നിർമ്മിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിന് മുകളിൽ ഇത് മണ്ണിട്ട് നികത്തേണ്ട രീതി, ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് സ്ലോപ്പ് നോക്കിയിട്ടില്ല, ഇതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മന്ത്രി റിയാസ് പറഞ്ഞതിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ അറിവുള്ളവർ ഇല്ല എന്നുള്ളതല്ല, ഒരുപാട് പേർ അറിവുള്ളവരുണ്ട്, വിദഗ്ധന്മാരായിട്ടുള്ള നിരവധി നിർമ്മാണ വിദഗ്ധരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെ ഒന്നും തന്നെ പ്രയോജനപ്പെടുത്താതെ ഈ മന്ത്രിമാർക്ക് ഗീർവാണം അടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നായി മാറുകയാണോ ഈ മന്ത്രി? കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയെ നമുക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ എത്രത്തോളം മുഖവിലേക്ക് എടുക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണല്ലേ, എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ? ലിയോ പറഞ്ഞത് വളരെ സമഗ്രമാണ്. റോഡ് വേണ്ട എന്നോ അല്ലെ ദേശീയപാത വേണ്ട എന്നുള്ള നിലപാട് ആർക്കുമില്ല. അത് ആവട്ടെ, ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അത് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ആ നടപടിക്രമങ്ങളിൽ തന്നെ അത് ഇപ്പം 1 മീറ്റർ മണലിടുന്നു എന്ന് പറയുന്നത് എന്താണ്? ആ മണലിടുന്നത് തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അതിനകത്തൂടെ ഫിൽറ്റർ ചെയ്ത് താഴോട്ട് പോകാനുള്ളൊരു സംവിധാനം അതാണല്ലോ പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനമായി വരുന്നൊരു ഘടകം എന്താ? മണ്ണിൻ്റെ സ്വഭാവം എന്ത്, ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെ സ്വഭാവം എന്ത് പരിശോധിക്കണം. കാരണം എല്ലായിടത്തും മണ്ണിന് ഒരേ സ്വഭാവമല്ലല്ലോ. അല്ല, മനസ്സിലായി? അപ്പം അതിനാണ് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനും ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡിയും വേണം എന്ന് പറയുന്നത്. കാരണം ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെ സ്വഭാവം ഈ സാധനങ്ങളൊക്കെ പരിശോധിച്ചു. ഇതൊരു സ്ഥലത്തും ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ നിങ്ങൾ പറയുന്ന ഇപ്പം ഇപ്പോൾ ലിയോ പറഞ്ഞ ഈ കാര്യം നടന്നു. എങ്ങനെ നടന്നു? അത് ടെക്നോ പാർക്കിനുമായി ബന്ധപ്പെട്ട് കുറേ സ്ഥലത്തായതുകൊണ്ട് നടന്നു. ഇവിടെയുള്ള പ്രശ്നം എന്താ ലിയോ? ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 NH66 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി പാത ഉണ്ടാക്കിയ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ആജ്ഞാശക്തിയുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞ് അടുത്ത 5 വർഷവും കൂടെ പിടിക്കണമേ എങ്ങനെയെങ്കിലും. ആ ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഇതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, കേരളത്തിന് പുറത്തുനിന്നുള്ള കമ്പനികളാണ് ഇവിടെ വരുന്നത്. ആ കമ്പനികൾ ഇനി ഇവിടെ വന്നാൽ തന്നെ ആ കമ്പനികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? കാരണം റോഡ് തകർന്നു പോകുന്നതും പരിസ്ഥിതി തകരുന്നതും അത് കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാക്കുന്നതും കേരളത്തിലല്ലേ. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്വമാണ്? ഇതെല്ലാം കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പുറത്ത് വരുന്നവരോട് നിങ്ങൾ മണ്ണ് പരിശോധിക്കണം, നിങ്ങൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, നിങ്ങൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണം. ഇതൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഭരണകൂടം ഇതൊന്നും ചെയ്യാതെ ഇത് മുഴുവൻ ഇപ്പോൾ അവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം റിയാസ് തന്നെ പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങൾ ഓരോ സ്ട്രെച്ചിലും ഞങ്ങൾ ടീമായി ഞങ്ങൾ NHIAയുടെ അയാളെ പത്രസമ്മേളനം തുടങ്ങുന്നതന്നെ എങ്ങനെയാണെന്നറിയോ? പത്രസമ്മേളനം തുടങ്ങുന്നതന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ 3 മണിക്കൂറുള്ള ഒരു യോഗം കൂടി. അതൊരു അവലോകന യോഗമായിരുന്നു. അത് 1 മണിക്കൂർ എന്നല്ല, 3 മണിക്കൂർ. എന്താണ് അത്? നാഷണൽ ഹൈവേ 66ൻ്റെ പുരോഗതി വിലയിരുത്തുന്നത്. ഇത് ഒരു തവണയല്ല ഞങ്ങൾ കൂടുന്നത്, ഇത് 3 മാസം കൂടുമ്പോഴല്ല കൂടും. ഞങ്ങൾ നിരന്തരം ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് അയാൾ പറയുന്നുണ്ട്, മരം വെട്ടുന്നത് വനം വകുപ്പ്, പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് വൈദ്യുതി വകുപ്പ്, ഈ കലിംഗ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണെങ്കിൽ അവർ. അപ്പോൾ ഇവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഇത് NHIAയുടെ തലയിലേക്ക് വെച്ച് പോവുകയാണ്. ഇതിനകത്തുള്ള പ്രശ്നം എന്താ? ഇതിനകത്തുള്ള പ്രശ്നം ഇതൊന്നും ഒരു മുൻകരുതലും എടുക്കാതെ, ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ, ഒരു പഠനവും നടത്താതെ, കേരളത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചിട്ട് ഒരു ബോധവുമില്ലാതെ ഇത് മുഴുവൻ ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക? നമ്മളിത് ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അർത്ഥമില്ലെന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിഭീകരമായിട്ടുള്ള മഴ വരാൻ പോകും. ഞാൻ നേരത്തെ ഉമേഷ് ബാബു പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞു, 10 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ പോലും 1 കിലോമീറ്റർ നാഷണൽ ഹൈവേയിൽ 45 ലക്ഷം ലിറ്റർ വെള്ളം കിടക്കാൻ പോവാണ്. ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഈ വെള്ളം താഴത്തേക്ക് സീപ്പിൻ ചെയ്യും. താഴത്തേക്ക് സീപ്പിൻ ചെയ്യുമ്പോഴത്തേക്ക് താഴെ ഉള്ളതൊക്കെ കളിമണ്ണാണ്. കളിമണ്ണ് പെട്ടെന്ന് ഒലിച്ചങ്ങ് പോകും. കളിമണ്ണ് പെട്ടെന്ന് ഒലിച്ചു പോകുമ്പോഴത്തേക്ക് റോഡ് വലിയ തോതിൽ താഴോട്ടിരിക്കും.
താഴോട്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ രണ്ട് വശത്തുള്ള മതിലുകൾ ബേഴ്സ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്നൊരു ഭീതിജനകമായിട്ടുള്ള കാര്യം എന്താണ്? ഇത് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഏതെങ്കിലും ഭാഗത്തുള്ള റോഡല്ല, ഇത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോഡാണ്. മനസ്സിലായി? അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നൊരു പ്രത്യാഘാതം അതിഗുരുതരമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സർക്കാരിന് ഏറ്റവും ഗുണമാകുമെന്ന് കരുതിയിട്ടുള്ള ഈ വികസന പദ്ധതി തന്നെ ഈ സർക്കാരിന് ഏറ്റവും വലിയ ബാധ്യതയായി മാറാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് സ്ഥലത്ത് എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു എങ്കിൽ പ്രശ്നം കുറേയേറെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. ഈ വയലൊക്കെ ഉള്ളപ്പോൾ വയലുകളിൽ എന്തായാലും നമുക്കറിയാം ചതുപ്പ് നിലമാണ്, അവിടെ കൃത്യമായി മുൻകരുതൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ ഒട്ടേറെ പുഴകൾക്കും തോടുകൾക്കും മുകളിലൂടെ പാലം കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ ചെലവിന് പ്രശ്നമുണ്ടാകുമായിരിക്കും. എങ്കിൽ തന്നെയും ഇത് ഉള്ള കാലം നിലനിൽക്കുന്ന ഒരു സംഭവമായി മാറിയേനെ. ഇപ്പോൾ കൂരിയാട് തന്നെ അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വനിത വന്നിരുന്നു പറയുന്നുണ്ട്, അവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എലിവേറ്റഡ് ഹൈവേ എന്ന്. ആരും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മനസ്സിലായി? അപ്പോൾ എലിവേറ്റഡ് ഹൈവേ ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു മറുമരുന്നായിരുന്നു. പക്ഷേ അതൊന്നും നോക്കിയിട്ടില്ല. കാരണം എന്താണ്? 2025 ഡിസംബർ ആകുമ്പോൾ നമുക്കിത് പൂർത്തിയാക്കണം. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ദൂരക്കാഴ്ചയില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുണ്ടായെന്നുള്ളത് വളരെ ക്ലിയറാണ്. ഇത് ഒരു ക്ലെയിമായി ഒരു നേട്ടമായി ക്ലെയിം ചെയ്യാൻ വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനു വേണ്ടി ഒരു മന്ത്രിയെ മുൻകൂട്ടി കണ്ട് തീരുമാനിക്കുകയായിരുന്നോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അത് 100%. ജി സുധാകരനെ പോലെ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചൊരു മന്ത്രിയെ മാറ്റി നിർത്തിയിട്ടാണ് ഇദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവന്നത്. അതായത് ഇത് തെരഞ്ഞെടുപ്പ് നേട്ടമാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഈ പറയുന്ന വലിയൊരു ഡിസാസ്ട്രസ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയത്. കാരണം ഓരോ മാസം ഈ 2 മാസം കൂടുമ്പോഴായിട്ട് ഓരോ സ്ട്രെച്ച് പോയിട്ട് മരുമകൻ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത് പോവുകയാണ്. ഞാനതിൽ അയാളുടെ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കി അയാളുടെ റീലുകളൊക്കെ നമുക്ക് കാണാം. ഇത് ദേശീയപാതയാണ് എങ്കിൽ പോലും, ദേശീയപാത അതോറിറ്റിയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഇപ്പോൾ കൈയൊഴിഞ്ഞു. പക്ഷേ നേരത്തെ എന്താണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം പോലും ചില സ്ഥലത്ത് വഴിവിട്ട രീതിയിലുള്ള ഉദ്ഘാടനം നടന്നിട്ടുണ്ട് എന്ന് പോലും ആക്ഷേപമുണ്ട്. ഈ തിരുവനന്തപുരത്തിനടുത്തുള്ള കഴക്കൂട്ടത്ത് ആ ഫ്ലൈ ഓവർ ഭാഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ വഴിവിട്ട രീതിയിലായിരുന്നു എന്നാണ് ആക്ഷേപം വരുന്നത്. അത് ഒന്നത്. 2, ഇതിൻ്റെ പുറകിലുള്ള അതിഭീകരമായിട്ടുള്ള അഴിമതി നമ്മൾ കാണണം. ഇതിപ്പം എത്ര ആയിരം കോടി രൂപയുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ഇത് വരുന്നവന്മാർ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്? അപ്പം സ്വാഭാവികം നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെ, ചെയ്യേണ്ട മുൻകരുതൽ ഒന്നും ചെയ്യാതെ ഇത് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? കാരണം അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ നടപടിക്രമങ്ങളൊക്കെ ഇവർ പാലിക്കുമായിരുന്നു. അപ്പോൾ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഇല്ലീഗലായിട്ടുള്ള നടപടിക്രമങ്ങളും നടന്നിട്ടുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇനിയിപ്പം നമ്മൾ നേരിടാൻ പോകുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ? എന്താണ് നമുക്കിനി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രശ്നം വരാൻ പോകുന്നത്. കാരണം ഇതങ്ങ് പണിത് ഉദ്ഘാടനം ചെയ്ത് അങ്ങ് പോയി. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഓട്ടയടയ്ക്കാനും പറ്റില്ലല്ലോ. ഇതിപ്പോൾ വീണ്ടും അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ അമൃത പദ്ധതി എന്നും പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതുപോലെ കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കാനുള്ള പണിയായിട്ട് മുന്നോട്ട് പോയി ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ എന്ത് സംഭവിക്കുമെന്നറിയോ? താഴത്തെ മണ്ണ് ഇടിഞ്ഞങ്ങ് പോവുക. എന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പണികൾ. അപ്പോൾ അവിടെ ഒന്നും തന്നെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും എലിമെൻ്ററി ആയിട്ടുള്ള കാര്യമാണ് ആ റോഡ് പോകുന്ന സ്ഥലത്തെ മണ്ണിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം ആ മണ്ണിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കാതെ റോഡ് നമ്മൾ പണിതു കഴിഞ്ഞാൽ സ്വാഭാവികമായും മണ്ണ് ഊർന്ന് ഇതായിട്ട് പോകും. ഇത് ബാലപാഠമല്ലേ ലിയോ? ഈ ബാലപാഠം നമ്മൾ 6 വരി പാതകൾ ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു കഴിവുകേട് അനാസ്ഥയുമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതല്ലേ ഇവിടെ കാണുന്നത് വെച്ചാൽ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നിട്ട് ആ വിള്ളലിൽ കൊണ്ടുവന്നിട്ട് ചാറൊഴിച്ചിട്ടത് എത്ര നിരുത്തരവാദത്തിൻ്റെ അങ്ങേ അറ്റമാണ്. ഇവിടെ വേറൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പം അതിനെതിരെ നാട്ടുകാരുടെയൊക്കെ ഉൾപ്പെടെ എതിർപ്പുകളെ ക്രോഡീകരിക്കുന്ന സംവിധാനമാണ് ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ UDF ഭരിക്കുമ്പോഴാണ് ഇതുപോലെ വിള്ളൽ ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. CPM-കാരൻ മുഴുവൻ റോഡിൽ ഉണ്ടായാൽ ഇവിടെ അതില്ലാത്തതിന് ആളുകൾ പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലമെടുക്കലും ഈ കുന്നിടിക്കലും ഈ നികത്തിലുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രാദേശിക നേതാക്കന്മാരും നല്ലപോലെ
പൈസകൾ മേടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെതിരെ ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള വിഷയം ഉണ്ടായിട്ട് ആകെപ്പാടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താ? ആ യൂത്ത് കോൺഗ്രസ്സിൽ അബിൻ വർക്കി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പോലീസുമായിട്ട് എന്തൊരു തർക്കം നടത്തുന്ന ഒരു വിഷയമല്ലാതെ ഇതൊരു ജനകീയമായിട്ടുള്ളൊരു ഒരു പ്രതിരോധം, ഒരു എതിർപ്പ് ഇതിനകത്തുണ്ടാ എന്ന് നമുക്ക് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലയോ? ശരിയാണ്. അത് 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 വളരെ നിർണായകമാണ്. മനസ്സിലായി. ഞാൻ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞ വി എസ് അച്യുതാനന്ദനൊക്കെ ഞാൻ ഓർക്കുന്നതാണ്. അയാളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒരവസ്ഥ നമ്മളെന്നാലും ചോദിക്കും. അപ്പം ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് ഭാഗഭാക്കാണ്. മനസ്സിലായോ? ഈ കുന്നിടിക്കലും നിലനികത്തലും എല്ലായിടത്തും വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ കുന്നിടിക്കലും നിലനികത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരനും ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ടാണ് ഇതിലൊരു അണക്കമില്ലാത്തത്. പക്ഷേ ജനങ്ങളാണ് ഇതിൻ്റെ റിസീവിങ് എൻഡിലുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങൾ നേരിടാൻ പോകുന്ന മറ്റൊരു വിഷയം ഈ അപ്രോച്ച് റോഡുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെയാണോ മണ്ണെടുത്ത് ഈ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്, ആ എടുത്ത സ്ഥലം ഇനിയിപ്പോൾ ഈ ശക്തമായ മഴയിൽ ഇടിയാൻ പോവുകയാണ് എന്നുള്ള മുന്നറിയിപ്പും പരിസ്ഥിതി വിദഗ്ധർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ നോട്ടപ്പിശകുണ്ടായി എന്നുള്ള ആക്ഷേപം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രതിഷേധിക്കാൻ മറന്നുപോകുന്ന പ്രതിപക്ഷത്തെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റിസീവിംഗ് എൻഡിൽ ജനവും അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞതുപോലെ എവിടെയാണ് പരിഹാരം എന്ന് നമുക്ക് ഉറ്റുനോക്കിയിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അത്രയേറെ ഗൗരവതരമാണ്, ഗുരുതരമാണ് സ്ഥിതിവിശേഷം. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.